എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന പോലെ നമുക്കിന്ന് നിലവിളക്കൊന്ന് വൃത്തിയാക്കാവേ. ഒന്നും വേണ്ട, ഇതിനാകെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ചുടുകട്ട, അല്ലെങ്കിൽ ചിലർ ഇഷ്ടിക എന്ന് പറയും, അതിൻ്റെ ഒരു കഷ്ണം മാത്രം മതി. നനവ് പറ്റാത്ത നല്ല വൃത്തിയുള്ള ഒരു തുണിയെടുത്ത് നമ്മൾ ചുടുകട്ട നന്നായിട്ട് പൊടിക്കണം. ഒട്ടും തരിയില്ലാതെ നമ്മൾ പൊടിക്കണേ. പൊടിച്ച ശേഷം അതിനകത്ത് തരി ഉണ്ടെങ്കിൽ വിളക്ക് പോറും. പൊടിച്ചതിന് ശേഷം ആ പൊടിയെടുത്ത് നല്ല വൃത്തിയുള്ള ഒരു തുണി കൊണ്ട്, അതായത് നനവ് പറ്റാത്ത ഒരു തുണി കൊണ്ട് നമ്മൾ പ്രസ് ചെയ്ത്, നല്ലപോലെ പ്രസ് ചെയ്ത് നിലവിളക്കിൻ്റെ തട്ടും അതിൻ്റെ മുകൾ വശവും എല്ലാം താഴെ എല്ലാം നമ്മളൊന്ന് തേക്കണം. ഇച്ചിരി നല്ല പ്രസ് ചെയ്ത് തേക്കണേ. ഇത് നമ്മൾ മറ്റുള്ള ക്ലീനിങ് ഏജൻറ്റൊന്നും പോലെയല്ല. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന കാരണം നമ്മുടെ നിലവിളക്കിലെ ക്ലാവ് ശരിക്കും പോവും. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ സോപ്പോ മറ്റ് ഡിറ്റർജൻറ്റ് പൗഡറോ ഒന്നും നമ്മളിത് ഉപയോഗിക്കേണ്ട. നമ്മൾ നല്ലതായിട്ട് ക്ലാവ് പോകുമെന്നുള്ളതാണ്. എത്ര ക്ലാവ് പിടിച്ച പാത്രവും ഓട്ടുപാത്രങ്ങളും നമുക്ക് ഈ പൊടി കൊണ്ട് നമുക്ക് തേച്ച് വൃത്തിയാക്കിയെടുക്കാം. ഇതിനൊത്തിരി ഇഷ്ടികയൊന്നും ആവശ്യമില്ല. ഒരു ചെറിയ ഇഷ്ടികയുടെ കഷ്ണം മാത്രം മതി. പിന്നെ ചെയ്യേണ്ടത് അത് നന്നായിട്ട് പൊടിക്കണം, നല്ല പൗഡർ പോലെ പൊടിക്കണം, അത്രേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ നിലവിളക്ക് തേക്കാൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിക്കരുത്. വെള്ളം ഒഴിച്ച് കഴുകുകയോ അത് വെള്ളം കൊണ്ട് തുടയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. ഉണങ്ങിയ തുണി കൊണ്ട് മാത്രമേ നമ്മൾ ഇതുകൊണ്ട് തേക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ നമ്മളിത് തേക്കുന്നതിന് മുമ്പ് നമ്മുടെ നിലവിളക്ക് എത്ര വൃത്തിയായിട്ട് കഴുകിയാലും അതിൽ എണ്ണമെഴുക്കും അതുപോലെ തന്നെ അതിലെ കറുത്ത ക്ലാവും പാടും ഒക്കെ കാണും. അതെല്ലാം നല്ലൊരു തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞിട്ടേ നമ്മളിതും കൊണ്ട് തേക്കാവുള്ളേ. ആഴ്ചയിൽ ഒരു 2-3 ദിവസം നിങ്ങളിതൊന്ന് തേച്ചാൽ മതി. നമ്മുടെ നിലവിളക്ക് നമ്മൾ ഇന്ന് കടയിൽ നിന്ന് മേടിച്ച പോലെ വെട്ടിത്തിളങ്ങും. ഇതിനൊരു പ്രത്യേകത, ഒരു ചിലവുമില്ല. കുറച്ച് പൊടി വേണമെന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലൊക്കെ ഇച്ചിരി പൊടി പറ്റും, അത്രേ ഉള്ളൂ. വേറെ ഇതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. നമ്മുടെ വിളക്ക് നല്ല ഭംഗിയായിട്ടിരിക്കും. ഒരു നിലവിളക്ക് മാത്രമല്ല, ഓടുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഏത് പാത്രവും, തളികയോ കിണ്ടിയോ എന്തും ആയിക്കോട്ടെ, നമുക്ക് ഈ ഒരു പൊടി കൊണ്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ വിളക്ക് ക്ലീൻ ചെയ്യുന്ന പല ടിപ്പുകളും നമ്മുടെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ. ആ ടിപ്പിലെല്ലാം തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ട് മാത്രമാണ്, നമുക്ക് പൈസ മുടക്കില്ലാതെ നമ്മുടെ ഓട്ടുപാത്രങ്ങൾ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ് ഞാൻ അതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിലവിളക്ക് പല രീതിയിൽ 3-4 രീതിയിൽ ക്ലീൻ ചെയ്യുന്നത് ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നേരം കിട്ടുമ്പോൾ ഒന്ന് കയറി കാണണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ. ഇത് ചെയ്യുമ്പോൾ നമ്മൾ വെള്ളം ഉപയോഗിക്കുകയോ നനഞ്ഞ തുണി ഇട്ട് തുടയ്ക്കുകയോ ഒന്നും ചെയ്യരുത്. വെള്ളമേ ഉപയോഗിക്കാൻ പാടില്ല, അത്ര ഓർത്താൽ മതി. നിങ്ങൾ വിളക്ക് തേച്ച് പിടിപ്പിച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് വെക്കണോ ഒന്നും വേണ്ട. നമുക്ക് തേച്ച് അപ്പോൾ തന്നെ നല്ലൊരു തുണി ഇട്ട് തുടച്ചെടുത്താൽ നമ്മുടെ വിളക്ക് ക്ലീനാവും. എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള വിളക്ക് ക്ലീൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ലതായിട്ട് ഏറ്റവും വൃത്തിയായിട്ടും ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഈ ഒരു പൊടി കൊണ്ടാണ്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞാനിതുപോലെ സിമ്പിൾ ടിപ്പൊക്കെ നമ്മുടെ ചാനലിൽ ഡെയിലി ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് കിട്ടണമെങ്കിൽ ആ നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്തിടണേ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നിയെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്.